ഓക്കെ, സോ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്താണ്, എവിടെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഹേ എവരിവൺ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് റഫ്ലി അൺഫിൽറ്റേർഡ്. സോ ഇന്ന് നമുക്ക് കുറച്ച് റാൻഡം ഡേയ്സ് കാണാം കേട്ടോ. സോ ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്ത വീഡിയോ ആണ്. ബട്ട് യാ ഗൈസ്, എനിക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ random days vlog. So this is the episode number 1. And yeah guys, ഞാൻ എന്തൊക്കെയോ ആയിട്ട് അലക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കും അറിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചീവീട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിൻ്റെ ഒച്ച ചിലപ്പോൾ കേൾക്കായിരിക്കും. ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുത്താലും ഇതേപോലത്തെ വീഡിയോ എടുത്താലും ഈ സാധനം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചീവീട് കരയാന്ന് പറയില്ലേ, അതേപോലെ കരഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒച്ച ഉണ്ടാവാൻ എനിക്കറിയില്ല കേട്ടോ, ഒച്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ ഇത് സ്കൂളിൽ നിന്ന് വന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്, സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറണം. ഇപ്പം നിങ്ങളൊരു വലിയ ഭീകരമായ ട്രാൻസിഷൻ കാണും. അതായത് ഞാൻ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും അതാ രാത്രിയായി. കാരണം ഇതിനിടയ്ക്കുള്ളതൊന്നും ഞാൻ എടുത്തില്ല ഗൈസ്. അമ്മച്ചി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ എൻ്റെ അനിയനെന്ന സാധനം വരുന്നുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ടു റാൻഡം ഡേ 3. സോ ഇത് വേറൊരു ദിവസമാണ്. ആൻഡ് ഈ ഒരു ദിവസം എനിക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ബൺ ഗൈസ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല, ടേസ്റ്റ് കൊള്ളായിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചു. സോ ദിസ് ഈസ് ഡേ നമ്പർ 3. സോ ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല ഗൈസ്, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചെടുത്ത വീഡിയോസാണ് ഇതെല്ലാം. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നെ എൻ്റെ കോലവും ആ കണ്ണാടിയും കണ്ട് നിങ്ങളാരും തലകറങ്ങി വീഴരുത്. കാരണം ഇത് എൻ്റെ അമ്മച്ചിക്ക് സ്ത്രീധനം കിട്ടിയ അലമാരിയാണ് ഗൈസ്. സോ എൻ്റെ അമ്മച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന അലമാരിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ വളരെ മനോഹരമായ ഇതായിരിക്കും ഉള്ളത്. പിന്നെ ഞാൻ എൻ്റെ തറവാട് എന്നൊക്കെ വേണേൽ പറയാം, അങ്ങനത്തെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ രാവിലെ തന്നെ എപ്പോഴത്തേം പോലെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ച് കോൾഗേറ്റിൻ്റെ ബ്രഷിൽ പല്ല് വെച്ചു. പിന്നെ അവനോട് ജസ്റ്റ് ഒന്ന് ഹായ് പറയാൻ പറഞ്ഞതിന് ജാടയാണിപ്പോൾ അവൻ കാണിച്ചത്. അത് പിന്നെ സ്വാഭാവികം, ചേച്ചിയുടെ അല്ലേ അനിയൻ. പിന്നെ ഇത് എന്നെ ഒരു കുളവ് കുത്തിയ കാര്യം വലിയ കാര്യം കിട്ടിയാമെന്ന് പറയുന്നതാണ് കേട്ടോ. ആൻഡ് യാ, വെൽക്കം ടു ഡേ നമ്പർ 4. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണ്ണാടിയുടെ എൻ്റെ വളരെയധികം എന്താ പറയുക മനോഹരമായ സൂക്ഷ്മം കൊണ്ട് തന്നെ എൻ്റെ കണ്ണാടിയുടെ പകുതി സാധനവും ക്ലാവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് ഒപ്റ്റിക്കൽ ഗ്രൂപ്പിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ആദ്യം മുടിയിട്ട് നല്ല കൂതറയായതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഊരി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ കണ്ണാടി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, പകരം നമുക്ക് കുറച്ച് ജേഴ്സിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ കണ്ണാടി കുട്ടപ്പനായിട്ടിരിക്കുന്നത്. സോ ഈ ഒരു ക്വാളിറ്റി കാണാൻ വലിയ രസമൊന്നും ഇല്ലെന്നറിയാം എങ്കിലും. പിന്നെ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ കവറിൽ വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ച് കാണിക്കുന്ന ഇടത്തൊന്നും എന്തോ വലിയ സ്വർണ്ണം വാങ്ങിയ രീതിയിലാണെന്ന് ആക്ച്വലി അല്ല ഗൈസ്. ദെൻ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് സെയിം ഡേയ്സ് തന്നെ കേട്ടോ. സോ ഇവനൊന്ന് മുടി വെട്ടിയപ്പോൾ അവനും ചെറുതായിട്ടൊന്ന് മുട്ടയായിപ്പോയി. സോ അതിൻ്റെ ദേഷ്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സംഭവം ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. സുന്ദരൻ മൊട്ടത്തലേൻ. സോ ഇതാണ് ഡേ നമ്പർ 5. ആൻഡ് യാ, എനിക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, എനിക്ക് നല്ല പനിയുണ്ട്. സോ ഇപ്പം എൻ്റെ കോലം കാണാൻ വളരെ മനോഹരമാണെന്ന് എനിക്കറിയാം. ആക്ച്വലി പനി വന്ന് കിടക്കുമ്പോൾ ഇങ്ങനത്തെ കോലമൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഇനി നമുക്ക് നമ്മളുടെ വീട്ടിൽ പോകണം. ഇത് ആക്ച്വലി വീടാണ്, പക്ഷേ ഇവിടെ നമുക്ക് തിന്നാനും കുടിക്കാനൊന്നും കിട്ടില്ല. നമ്മൾ അപ്പുറം പോയാൽ നമുക്ക് എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കിട്ടും. സോ നമുക്ക് അപ്പുറം പോവാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്ത് സെറ്റായി. എന്താ ലൈറ്റ് പോയപ്പോൾ എൻ്റെ ക്യാമറയിൽ ഗ്രെയിൻസ് വരുന്നത് ബിക്കോസ് ഭയങ്കര ക്വാളിറ്റിയാണ് ഗൈസ്. ക്വാളിറ്റി അൾട്രാ പ്രോ മാക്സ് ആണ്. സോ ലെറ്റ്സ് ഗോ. സോ അങ്ങനെ നമ്മുടെ റാൻഡം ഡേയ്സ് വ്ലോഗിയുടെ സമാപിക്കുകയാണ്. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.